എല്ലാ കൂട്ടുകാർക്കും സുനീസ് ഡൈനിലേക്ക് സ്വാഗതം. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കിയാലോ ഇന്ന്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഞാനിവിടെ 5 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള നന്നായി വഴണ്ടു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴണ്ടു വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർത്ത് ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴണ്ടു വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴണ്ടു വരുമ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കൻ, ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് അങ്ങനെ മൂടി വെക്കാതെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. അഞ്ച് മിനിറ്റിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായി ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അടച്ചു വെച്ച് ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് അടപ്പ് മാറ്റി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് വെള്ളം ചേർക്കുന്നതല്ല, അതുകൊണ്ടൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളത്തിൽ ഇത് വെന്തോളും, അല്ലാതെ വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചിക്കനിൽ നിന്ന് ഊറി വന്ന വെള്ളമൊക്കെ വറ്റി ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. സൂപ്പർ ടേസ്റ്റാണ് ഈ ചിക്കൻ പെരട്ടിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.